അപ്പോൾ രാവിലത്തെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കിച്ചണിൽ എത്തിയിട്ടുണ്ട്. സമയം 10 പോലെ 5:15 കഴിഞ്ഞു. ഫ്രഷ് ആയിട്ട് ദേ കിച്ചൺ തുറന്നപ്പോൾ നല്ല വെളുത്തിട്ടുണ്ട് നേരം. മയിലും കുയിലും ഒക്കെ ഉണർന്നിട്ടുണ്ട്. കണി തന്നെ കുറേ മയിലുകളാട്ടോ. ഇതേ ഒരു ആൺമയിലുണ്ട്, താഴെയൊക്കെ പെൺമയിൽ നിപ്പുണ്ട്. അത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ അറിയത്തില്ല. എന്തായാലും വന്ന് പാല് കാച്ചാൻ വെച്ചു. ശനിയാഴ്ച കേട്ടോ. രാക്കയ്ക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ട, അങ്കുവിന് സ്കൂളിൽ പോകണം. അങ്കിത്തിന് ഇന്ന് സ്കൂളിൽ കൊടുത്തു വിടുന്നത് കുറച്ച് ചിക്കൻ കറി തലേദിവസം വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അതും ബ്രെഡ് റോസ്റ്റ് ചെയ്തതുവാ. അപ്പൊ 6 മണി കഴിഞ്ഞു. അങ്കുവിനെ എങ്ങനെയെങ്കിലും എഴുന്നേപ്പിച്ചിരുത്തിയിട്ടുണ്ട്. പല്ല് വെക്കുകയാണ്. പല്ല് തേച്ചതിന് ശേഷമേ കണ്ണ് വിരിയത്തുള്ളൂ. ചെറുതായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. ബ്രെഡ് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ബ്രൗൺ ബ്രെഡ് അവന് ഒത്തിരി ഇഷ്ടമാണ്. നല്ല നെയ്യൊക്കെ തേച്ച് മുറിച്ചു കൊടുത്താൽ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ. ബ്രെഡ് റോസ്റ്റ് ചെയ്തതും ആ ചിക്കൻ കറിയും പിന്നെ കുറച്ച് ബദാമുമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അവനുള്ള ബ്രെഡൊക്കെ ചുട്ടെടുത്തു. ചിക്കൻ കറി ഒന്ന് ചൂടാക്കി പാത്രത്തിൽ കുറച്ച് ഒന്ന് ആറിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ചൂടോടെ ചിലപ്പോൾ വെച്ചാൽ അത് ആ ബാഗിൽ ഇരുന്ന് പൊട്ടിത്തെറിക്കുന്നു പറയുന്നുണ്ട് അടപ്പ്. പിന്നെ വെള്ളമൊക്കെ പാക്ക് ചെയ്തതേ അവൻ്റെ ടിഫിൻ ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട്. അങ്കു പിന്നെ തന്നെ ഒരുങ്ങിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവന് വലിയ ഹെൽപ്പൊന്നും വേണ്ട. രാക്കെ യൂണിഫോം തേച്ച് കൊടുക്കും, ഷൂ ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും, റെഡിയാക്കി കൊടുക്കും. അവനതെടുത്തങ്ങ് റെഡി ആയിക്കോളും. പിന്നെ ടിഫിൻ ബോക്സ് എല്ലാം ഒരുമിച്ച് വെച്ച് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇവിടെ മറന്നിട്ട് പോകും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ നിൽക്കും. ഒറ്റ ബാഗിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇതിപ്പോൾ 2 ആവുമ്പോൾ ചിലപ്പോൾ അവൻ മറന്നു പോകും. അവൻ ദേ അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങുവാ. അങ്കു ഇപ്പൊ മൊത്തത്തിൽ ബിസി ആയിട്ടോ. ഇവിടുത്തെ ബാഡ്മിന്റൺ ക്ലാസ്സിനും സ്വിമ്മിംഗ് ക്ലാസ്സിനും ഒക്കെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നാലും ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബാഡ്മിന്റന് പോകും. അത് കഴിഞ്ഞ് സ്വിമ്മിങ് കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിച്ച് ഒറ്റ കിടപ്പാണ്. 9:30 ആകുമ്പോഴത്തേക്കും ഉറക്കും. അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടല്ലേ രാവിലെ. ശനിയാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരാക്കെ ഇവിടെ ഉണ്ട്. രാക്ക എന്നെ പോലല്ല കേട്ടോ. അവധിയാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കും. എനിക്ക് രാവിലെ കുളിക്കുന്ന ഭയങ്കര മടിയാണ്. ഞാൻ എങ്ങനെ ഉച്ച കഴിയും കുളിക്കാൻ. എന്തായാലും ഓരോ ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ചായയും കൂടെ ഇടാന്ന് വെച്ചിട്ട് ഇടുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ശനിയും ഞായറും ബ്രഞ്ചായിട്ടാണ് ഞാനും രാക്കയും കഴിക്കുന്നത്. അങ്കുവിന് പിന്നെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് അവന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഞായറാഴ്ച എന്തായാലും ബ്രഞ്ചാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ബ്രഞ്ചായിട്ട് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അതിന് ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാന്നാണ് വെച്ചത്. ചില ദിവസം വലിയ പ്ലാനിങ് ഒന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ കിടക്കും. ചില ദിവസം വലിയ പ്ലാനൊക്കെ ചെയ്തിട്ടായിരിക്കും രാത്രി കിടക്കുന്നത്. ഇടിയപ്പത്തിനൂടെ തട്ടുകട സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നേരത്തെ ഒരു വ്ലോഗിൽ ഞാൻ അതിന്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ട് അവനും ഇടിയപ്പം മുട്ടക്കറി തന്നെ കൊടുക്കാമല്ലോ. ആ ഒരു പ്ലാനാണിന്ന്. പിന്നെ എന്തായാലും തുണിയൊക്കെ ഒന്ന് കഴുകാനിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു. പിന്നെ ഡെയിലി റുട്ടീൻസ് ബ്രെയിനിൽ സെറ്റ് ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ തന്നെ വന്ന് ചെയ്യാണ്. ഉണക്കമുന്തിരിങ്ങ രാത്രിയിലത്തേക്ക് വെള്ളത്തിയിടണം, വെള്ളം പിടിച്ച് വെക്കണം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമേ ഞാൻ ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ നല്ല അസല് ചൂട് തുടങ്ങിയിട്ടുണ്ട്. 40 ഡിഗ്രിയൊക്കെ കടന്നു പകലൊക്കെ. രാത്രി തന്നെ ഒരു 20 ഡിഗ്രി താഴെയും ചെയ്യും. അതാണ് ഈ ജലദോഷവും അസുഖങ്ങളും വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ രാത്രി നല്ല ചൂട് തന്നെ ആയിരിക്കും. നാട്ടിലും നല്ല ചൂടാന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ജൂണിൽ ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട് അങ്കുവിന് വെക്കേഷൻ. ആ സമയത്ത് മഴ പെയ്ത് ഒന്ന് തണുക്കുമെന്ന് വിചാരിക്കുന്നു. രാക്കയുടെ ചായ കൊണ്ടുകൊടുക്കാൻ ചിലപ്പോൾ രാക്കയുടെ നന്നായിട്ട് മയങ്ങുകയാണ്. കുളിച്ച് ഒന്ന് കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മയക്കം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. ചായ കൊണ്ടുവന്ന് അടച്ച് വെക്കുകയാണ്. രാക്കയ്ക്ക് തണുത്തായാലും കുഴപ്പമില്ല, അല്ലേ ചെറുതായിട്ടും പിന്നെ ചൂടാക്കി കൊടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ സവാള ഒരു 3-4 സവാള എടുത്ത് വഴറ്റുകയാണ്. അതിനകത്ത് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഇടിയപ്പം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇടിയപ്പം അങ്ങ് വേകാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് സവാള നന്നായിട്ട് വാടി കിട്ടുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇടിയപ്പത്തിൻ്റെ തട്ട് വെക്കുമ്പോൾ ഒരു ഇടിയപ്പത്തിൻ്റെ മുകളിൽ വേണം ആ കുഴി വരാൻ, അല്ലെങ്കിൽ വെള്ളം ചിലപ്പോൾ കയറും. അപ്പോൾ വെള്ളം കയറാതിരിക്കാനുള്ളൊരു ട്രിക്കാണിത്. നമ്മുടെ സവാള നന്നായിട്ട് വാടി കിട്ടിയപ്പോഴത്തേക്ക് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം
ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് ഗ്രേവി വേണം ഇവിടെ എല്ലാവർക്കും, അതുകൊണ്ട് ഞാൻ ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. പിന്നെ ഹൈ ഫ്ലെയിമിൽ കുക്കർ അടച്ച് 2 വിസിൽ ആവി മാറിയ ശേഷം തുറന്നിട്ട് നമുക്ക് മുട്ട ആഡ് ചെയ്യാം. മുട്ട ഞാൻ പുഴുങ്ങിയിട്ടിട്ടുണ്ട്. കുക്കർ ആവി മാറി തുറന്നതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് മുട്ടയും കൂടി ഇട്ട് മുട്ടക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തട്ടുകട സ്റ്റൈൽ മുട്ടക്കറി. കൂടെ നമ്മുടെ ഇടിയപ്പവും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി കമൻസിൽ ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെയും ആദ്യത്തെ വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് കമ്പനി ടൗൺഷിപ്പാണ്. രാഖി വർക്ക് ചെയ്യുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്ത ടൗൺഷിപ്പാണ്. അപ്പോൾ ഈ ടൗൺഷിപ്പിലെ ഫ്ലാറ്റ്സിലെല്ലാം ഇവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്, നമുക്ക് അറിയാവുന്നവർ തന്നെയാണ് ഉള്ളത്. തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് തുണി മടക്കി വെക്കാനുള്ളതും കൂടെ അങ്ങ് മടക്കി വെക്കുകയാണ്. അപ്പോൾ ആ ജോലിയും കൂടെ അങ്ങ് കഴിഞ്ഞിട്ടല്ലോ. രാഖി എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ബ്രഞ്ചായിട്ട് ഫുഡ് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരുവിധം ജോലികളൊക്കെ അങ്ങ് ഒതുങ്ങി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പാത്രം സ്വാഭാവികമായി വരുമല്ലോ, അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാം. അതും കൂടെ അങ്ങ് പെട്ടെന്ന് ചെയ്യാണ്. ചെടിക്കുന്ന വെള്ളം ഒഴിക്കുന്ന ദിവസം അതങ്ങ് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതും കൂടെ പെട്ടെന്ന് അതിന് ഒന്ന് നനച്ചു കൊടുക്കാം. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ അതിനും കൊടുക്കണ്ടേ. നമ്മുടെ പുറത്തിരിക്കുന്ന ചെടിയിൽ ഒരു ഹാങ്ങിങ് ചെടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട്. ആ കുറച്ച് ചകിരി ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തണുപ്പിൽ അതും വളരുന്നുണ്ട്. പിന്നെ അകത്തിരിക്കുന്ന നമ്മുടെ അലങ്കാരപ്പനയുടെ ചുവട് കണ്ടോ, വിണ്ട് കീറിയിരിക്കും. ഒരു ദിവസമേ ഉള്ളൂ വെള്ളം ഒഴിച്ചിട്ട്, ഒരു ദിവസമേ ആയിട്ടുള്ളൂ. എന്നിട്ടും ഇങ്ങനെ വരണ്ട് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. എന്തായാലും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഓറഞ്ച് ചെടി നിന്നൊക്കെ ഞാൻ കരിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഈ കുഞ്ഞു ചെടിക്കും കുറച്ച് ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കാം. CC പ്ലാന്റ് നന്നായിട്ട് മഞ്ഞിച്ച് ഒരില കംപ്ലീറ്റ് പോയി. മറ്റേതെങ്കിലും പൊഴിയാതിരിക്കട്ടെ. അതിന് ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി മാസത്തിലൊരിക്കലേ അത് നനച്ചു കൊടുക്കുന്നുള്ളൂ. അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അമ്മ എനിക്ക് വാട്ടർമെലൻ ഷേക്ക് അടിച്ചു തരാൻ. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ, അതായത് നമ്മുടെ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. വാട്ടർമെലൻ, അതായത് നമ്മുടെ തണ്ണിമത്തങ്ങയ്ക്കകത്ത് പാലൊഴിച്ചിട്ടുണ്ടാക്കുന്ന സംഭവം, വാട്ടർമെലൻ ഷേക്ക്. എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല, ടേസ്റ്റ് എന്താകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവൻ്റെ ആഗ്രഹം പോലെ ഞാൻ അടിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. എന്തായാലും അതിനുവേണ്ടി ഞാൻ തണ്ണിമത്തങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കാരണം നമുക്ക് എങ്ങനെ ഇരിക്കും എന്ന് അറിയത്തില്ലല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് ഞാൻ മിക്സിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കഷ്ണം തണ്ണിമത്തങ്ങ എടുത്ത് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടുന്നില്ല. അത്രയ്ക്ക് മധുരം. ഇനി മധുരം എങ്ങാനും സിറപ്പ് എങ്ങാനും കുത്തി വെച്ച് തണ്ണിമത്തങ്ങ ആണോ എന്ന് അറിയത്തില്ല. അങ്ങനെ പാലൊഴിച്ച നമ്മുടെ തണ്ണിമത്തൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. സംഭവം കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നുമില്ല, കുഴപ്പമില്ല. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവന് തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ബാക്കി വന്ന തണ്ണിമത്തൻ ഞാൻ ഇങ്ങനെ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെക്കുക. അപ്പോൾ കേടാതെ ഇരിക്കും. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഹോം ടൂർ ആട്ടോ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഒരു ചെറിയ കതവ, അതിലേക്ക് ചെറിയ ഇടനാഴിയുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഉണ്ട്. അതിൽ നമ്മൾ ഒരു സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഹോളാണ്. എപ്പോഴും വീഡിയോയിലൊക്കെ കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ഹോള്. ഇനി അപ്പുറത്തെ വശത്തോട്ട് പോകുമ്പോൾ അതും ഒരു ചെറിയൊരു കൊറിഡോർ, ഇടനാഴി പോലെ ഉണ്ട്. അങ്ങോട്ട് നേരെ പോകുമ്പോൾ ഒരു റൂമും അതിലേക്ക് മാറി സെപ്പറേറ്റഡ് ആയിട്ടാണ് ബാത്റൂമും ഉള്ളത്. ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്ന ബാത്റൂമാണ്. നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് ക്ലോസറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കതവിന്റെ ബാക്കിലോട്ടാണ് ഇത്. ഇതുവരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. വാഷിംഗ് മെഷീൻ തുണി കഴുകാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് അതിന് വേണ്ടി ഗസ്റ്റ് ഒന്നും വരാനും ഇല്ലല്ലോ.
ഇതാണ് നമ്മുടെ ആ ഒരു റൂം എന്ന് പറയുന്നത്. ഇതും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇത് സ്പെയർ ആയിട്ടുള്ള സംഭവങ്ങൾ വെക്കാൻ ഒരു സ്റ്റോർ റൂം പോലെയാണ്. പിന്നെ കുറച്ച് കട്ടിലേക്ക് കിടക്കുന്നതെല്ലാം നമ്മുടെ ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള തണുപ്പിന്റെ കുറച്ച് ഡ്രസ്സാണ്. അതങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. പിന്നെ തുണി കഴുകാനുള്ളത്, അങ്കുവിൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങൾ, നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന പെട്ടി, ഒരു സ്റ്റാൻഡ്, നമ്മുടെ തുണിയൊക്കെ വിരിക്കുക, അതൊക്കെയാണ് ആ റൂമിൽ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു സൈഡിലോട്ടുള്ളത് കിച്ചണാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ വ്ളോഗുകളിലും നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പാചകം ചെയ്യുന്നതും ചുറ്റി കറങ്ങുന്നതും ഒക്കെയാണ്. നമ്മുടെ കിച്ചണിനോട് ചേർന്ന് ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയുടെ ബാക്കിലോട്ടൊരു നെല്ലിത്തോട്ടമാണ്. ആ സൈഡിൽ കൂടെ നമ്മൾ നടക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരുവിധം പച്ചപ്പോടുകൂടി തന്നെ തോട്ടം നിപ്പുണ്ട്. ചെറുതായിട്ട് നെല്ലിക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ മയിലും കുയിലും പക്ഷികളും ഒക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അടുത്തൊരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അപ്പോൾ കുറേ പക്ഷികൾ വരും, മൈഗ്രേറ്ററി ബേർഡ്സ് വരും. പിന്നെ തത്തമ്മ, മയില്, കുയില്, അങ്ങനെയുള്ള കുറേ പക്ഷികൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നാൽ കാണാം, ശബ്ദങ്ങൾ കേൾക്കാം. നമ്മുടെ അടുക്കള ഞാൻ വീണ്ടും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു സൈഡിലോട്ട് നമ്മുടെ ബെഡ്റൂമാണ്, അപ്പുറത്തെ സൈഡിലോട്ട് വേറൊരു റൂമുണ്ട്. സെൻട്രലായിട്ടൊരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. ശരിക്കും ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു ഏരിയ ആണത്. നമ്മൾ ഡൈനിങ് ടേബിളിൽ അങ്ങനെ കഴിക്കാറില്ല. നമ്മൾ മെയിൻലി TV കണ്ടിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാറാണല്ലോ പതിവ്. ആരെങ്കിലും വരുവാണെങ്കിൽ മാത്രം അതൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ബെഡ്റൂമിൽ കയറിയാൽ ബാത്റൂം ഉണ്ട്. അത് ഞാൻ കൂടുതൽ കാണിച്ച് നിങ്ങളെ ഏർപ്പിക്കുന്നില്ല. ഇതാണ് നമ്മൾ കിടക്കുന്ന ബെഡ്റൂം. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. അവിടെയുണ്ട് ഒരു ബാത്റൂം. അത് ഗസ്റ്റ് വരികയാണെങ്കിൽ, അമ്മ വരുമ്പോഴൊക്കെ ഈ റൂമിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും ഒക്കെ അങ്ങനെ. ഈ ബാത്റൂം ശരിക്കും രാക്കയെ വല്ലപ്പോഴും ഉപയോഗിക്കത്തുള്ളൂ. ഞാനും അങ്കും ഇങ്ങോട്ട് കയറാറേ ഇല്ല. രാക്കയെ വല്ലപ്പോഴും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിനകത്ത് ഈ ഉറുമ്പൊക്കെ കൂടൊക്കെ കിട്ടും. പിന്നെ അങ്ങനെ രാക്കയെ ഉപയോഗിക്കും, വല്ലപ്പോഴും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും, അത്രേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ അത് ഉപയോഗിക്കും. ഈ റൂമും എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ തുണി വിരിക്കാൻ ഈ റൂമിലോട്ടാണ് ഞാൻ വരുന്നത്. മെയിൻലി ഈ റൂമിലോട്ട് വരുന്നത് തുണി വിരിക്കാനും അങ്കുവിന്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഈ റൂമിലാണ് വെച്ചിരിക്കുന്നത്. തണുപ്പിന്റെ കാര്യങ്ങളും ഈ റൂമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് വെക്കാൻ ഒരു അലമാരി ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ബെഡ്റൂമിലെ അലമാരിലാണ് വെക്കുന്നത്. പിന്നെ കുറച്ച് കൊച്ചു ബെഡ്റൂം ഉണ്ടല്ലോ, അവിടെയും അങ്ങനെയൊക്കെ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇതാണ് നമ്മുടെ തുണി വിരിക്കുന്ന ബാൽക്കണി. ഇതിന്റെ ബാക്കിലോട്ട് നമ്മുടെ ബാക്കിയുള്ള ടൗൺഷിപ്പിലെ ഫ്ലാറ്റ്സ് ആണ്. ഇവിടുന്ന് നോക്കിയാൽ രാക്കയുടെ ഓഫീസ് ശരിക്കും കാണാം. 1 കിലോമീറ്റർ പോലും ഇല്ല രാക്കയ്ക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ വരുന്നത്. അവർക്ക് അവിടെ എംപ്ലോയീസിന് മെസ്സുണ്ട്. അവിടെ നിന്ന് രാക്ക കഴിക്കാറില്ല, വീട്ടിൽ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് സുഖമില്ലാത്ത ദിവസങ്ങളിലെങ്ങാനും പറഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നേരെ നമ്മൾ നമ്മുടെ ഹോളിലോട്ടാണ് എത്തുന്നത്. പിന്നെ പുറത്തോട്ട് കാണിക്കുകയാണെങ്കിൽ അതും എപ്പോഴും ഞാൻ കാണിക്കാറുണ്ട്. അങ്കുവും രാക്കയൊക്കെ ഓഫീസിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ. ഒരു ഗ്രിൽ ഡോറും കൂടെ പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കമ്പനിയുടെ മെയിൻ്റനൻസ് ആട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരത്തില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താലും നമ്മൾ ഇവിടുന്ന് മാറുവാണെങ്കിൽ അവരതൊക്കെ മാറ്റിയിട്ട് അവരുടെ ഒരു സ്റ്റൈലാക്കും. അത് അവരുടെ റൂളല്ലേ. നമ്മൾ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒന്നും മോഡിഫിക്കേഷൻ ഒന്നും നിൽക്കാറുമില്ല. ഇവിടെ മൊത്തത്തിൽ 6 ഫ്ലാറ്റ്സ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ്. ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഈ ഫ്ലാറ്റുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിച്ച് കളയും. നമ്മൾ കാലുകൊണ്ട് തന്നെ കയറണം. രാക്കെ ആവശ്യപ്പെട്ടതിനനുസരിച്ചാട്ടോ നമുക്ക് മുകളിലെ ഫ്ലാറ്റ് കിട്ടിയത്. രാക്കയ്ക്ക് മുകളിൽ താമസിക്കാനാണ് ഇഷ്ടം താഴത്തെ കാറ്റും. കാരണം താഴെ പാമ്പിന്റെയും തവളയുടെ ഒക്കെ കുറെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇവിടെ ആകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരത്തില്ല. പിന്നെ രാക്കയ്ക്ക് എനിക്ക് തോന്നുന്നു ആകെയുള്ള ഒരു എക്സസൈസ് ഈ സ്റ്റെപ്പ് 2-3-4 വട്ടം കയറി ഇറങ്ങുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.